ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് പതിയെ പതിയെ കാണിച്ചു തരാം. ഈ പോക്ക് കണ്ടിട്ട് മനസ്സിലാവുണ്ടാവില്ല. പാടവരമ്പത്തിലൂടെയുള്ള ഒരു കൊച്ചു യാത്രയാണിത്. ഈ ഒരു നടന്നുപോക്കിൻ്റെ അവസാനം എത്തുന്ന സ്ഥലം അടിപൊളി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ്, മായന്നൂരെ. അവിടെ പൂരായിരുന്നു ഈ ഒരു വിഷുവിൻ്റെ ദിവസം. അപ്പോൾ പേപ്പന്മാരൊക്കെ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്രാവശ്യം പൂരം കാണാൻ പോകാമെന്ന് വിചാരിച്ചു. മിക്കപ്പോഴും ഈ ഒരു പൂരത്തിൻ്റെ സമയത്തൊന്നും ഞങ്ങൾക്ക് ഒഴിവൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ പ്രതീക്ഷിക്കാതെ പോകുന്ന യാത്രകൾക്ക് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്ന വേറെ പല യാത്രകൾക്കും ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. എവിടേക്ക് പോകാനും കൂടെ റെഡിയായിട്ട് കട്ടയ്ക്ക് സപ്പോർട്ടിന് കൂടെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇതേപോലെ നിരനിരയായിട്ട് പോകാനായിട്ട് ആൾക്കാരുണ്ടാവും. അങ്ങനെ ഞങ്ങൾ മായന്നൂരിലെ വീട്ടിൽ നിന്നും ഒരു 11-12 മണിയോട് കൂടി ഇറങ്ങിയതാണ്. ആദ്യം ഞങ്ങൾ പോയത് ഭാരതപ്പുഴയിലോട്ടാണ്. അവിടെ വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് ഒന്ന് കുളിച്ച് കളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ഭാരതപ്പുഴ ഏതാണ്ട് മരുഭൂമി പോലെ മണലാരണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയില്ല. പിന്നെ നട്ടപ്പാറ വെയിലത്ത് ഇതേപോലെ ഭ്രാന്ത് പിടിച്ച് പോകാനായിട്ട് ഞങ്ങളെ കഴിഞ്ഞ് വേറെ ആരും തന്നെ ഇല്ല എന്ന് പറയാം. ഈ ഒരു യാത്ര വേറൊരു വെള്ളച്ചാട്ടത്തിന്റെ ഏരിയയിലോട്ടാണ് പോകുന്നത്. അത് ഈ ഒരു പാടവരമ്പത്തോടെയുള്ള യാത്രയാണ്. ഇത് ഫുൾ നിറഞ്ഞു കിടക്കുന്ന ഒരു പാടാണ്. നിങ്ങൾക്കത് ചുറ്റും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് ഞാനൊരു വീഡിയോ എടുത്തു. അങ്ങനെ ഏകദേശം നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സെൻറ്ററിലോട്ട് എത്തിയിട്ടുണ്ട്. ഉടുക്കത്തെ വെയിലാണ് കേട്ടോ. ഈ ഒരു വെയിലത്ത് പോകണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞാലും കേൾക്കണ ആൾക്കാരൊന്നല്ല കൂടിയുള്ളവർ. എന്നാലും നമ്മൾ എൻജോയ് ചെയ്തു പോകട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പ്ലേസിലോട്ട് എത്തിയിട്ടുണ്ട്. അവരാദ്യം ആ ഒരു സ്ഥലത്ത് പോയി കണ്ടു. ഇതാണ് നമ്മളുടെ ആ ഒരു സ്ഥലം. അടിപൊളി മനോഹരമായിട്ടുള്ളൊരു ഡാമല്ലേ ഇത് ചെക്ക് ഡാമാണ്. അപ്പോൾ ഈ ഒരു അറ്റത്തുള്ള ആ ഒരു വെള്ളത്തിൽ പോയി കളിക്കാനാണ് നമ്മുടെ പുറപ്പാട്. അതിമനോഹരമായ ഒരു പ്ലേസ്. ഇത്രയും അടുത്തോട്ട് പോയിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി കളിക്കാനൊന്നും പറ്റുമെന്ന് വിചാരിച്ചില്ല, അതേപോലെ കുളിക്കാനും പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല. സംഭവം സൂപ്പർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തൊന്നും ആൾക്കാരില്ലാത്തത് കൊണ്ട് സ്വസ്ഥമായിട്ട് നമുക്ക് സമാധാനമായിട്ട് വെള്ളത്തിലൊക്കെ കുറേ നേരം കളിക്കാനായിട്ട് പറ്റി. പിന്നെ നമ്മൾ ഒരുപാട് സമയമൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ അത്രയും അടുത്തോട്ട് പോയത് തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു ഫോഴ്സ് കുറവുള്ളത് കൊണ്ട് മാത്രമാണ്. അധികം ആഴമില്ലാത്ത സ്ഥലങ്ങളിലോട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് പോവുക. അധികം ആഴമില്ലാത്ത നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് പോയി കളിക്കുക. അതും ഒരു സേഫ്റ്റി എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. പിന്നെ ഇതുപോലുള്ള കാട്ടുവഴിയിലൂടെയാണ് ഒരു യാത്ര ചെയ്യുന്നത്. ഇതിൽ കൂടെ വഴിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആൾക്കാർ നടന്ന് വഴിയായി പോയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിറച്ച് പുല്ലുകൾ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലം. ഈ ഒരു പ്ലേസിലോട്ട് എത്തണമെങ്കിൽ ഇതിൽ കൂടെ അല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ലാന്നാണ് തോന്നുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ട്രിപ്പുകൾക്കും ഇതുപോലുള്ള പ്ലേസുകൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരാളുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ എന്ന് വേണമെങ്കിൽ പറയാം. അവനാണ് ഇതിൻ്റെ ലീഡറൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. അവൻ ഇന്ന് ഡ്യൂട്ടി ഉള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വഴികളൊക്കെ കുറച്ച് തപ്പിപ്പിടുത്തൊക്കെ ആയിരുന്നു. അവനെ ഫോൺ വിളിച്ച് ചോദിച്ച് പറഞ്ഞ് ഒക്കെയാണ് ഞങ്ങൾ വന്നത്. പിന്നെ ബോഡി ഗാർഡായിട്ട് എൻ്റെ ചേട്ടനും പേപ്പനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാടവരമ്പത്തിലൂടെയുള്ള ഈ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ്. കാടൊന്നല്ല, നിറയെ പുല്ലുകൾ നിറഞ്ഞ ഒരു ഏരിയ. അപ്പോൾ അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെയുള്ള വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഏജിനനുസരിച്ചിട്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ള പിള്ളേരൊക്കെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ട്. ഓരോരുത്തരുടെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ സെപ്പറേറ്റഡ് ആയി തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി എഡ്യൂക്കേഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത് ഓരോരുത്തർ പിരിഞ്ഞ് പോയി തുടങ്ങി. എണ്ണങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി. എന്നാലും ഉള്ളവർ വെച്ച് നമ്മൾ എൻജോയ് ചെയ്ത് അത്രയും ഹാപ്പി ആയിട്ട് പോകും. നമ്മൾ പറയില്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യണം, ചെക്കൻ്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. അത് മാത്രമല്ല, പെൺകുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെക്കൻ്റെ ഫാമിലിയും കൂടി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലും സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുമ്പോഴാണ് അവിടെ ലൈഫ് വിജയിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. സാമ്പത്തികപരമായി മാത്രമല്ല, എല്ലാം കൊണ്ടും വേണം. സന്തോഷം, സമാധാനം, കമ്മ്യൂണിക്കേഷൻ എല്ലാം വേണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തൊരുമില്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യത. അവിടെ വഴക്കും വെക്കാണോ എല്ലാം ഉണ്ടാവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സങ്കടങ്ങളും പരിഭവങ്ങളും പരാതികളൊന്നും ഇല്ലെങ്കിൽ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്കൊക്കെ കുറച്ച് സങ്കടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ സന്തോഷം ഉണ്ടാവണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ പ്ലേസ്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ കാണാനായിട്ട്? അടിച്ച് പൊളിച്ച് തിമിർത്ത് കളിച്ചിട്ടുണ്ട്. ആകെ ഒരു അരമണിക്കൂർ നേരത്തേക്കാണ് ഞങ്ങളിവിടെ നിന്നിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അധികം ആഴമില്ലാത്ത പ്ലേസ് നോക്കിയിട്ടാണ് ഞങ്ങൾ നടന്നിരുന്നത്. അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് ഞങ്ങൾ ആ ഒരു ഏരിയയിലോട്ട് പോയി. എങ്ങനെയുണ്ട് നമ്മുടെ തടയണ കാണാനായിട്ട്? ഞാൻ ഈ സംഭവമൊക്കെ ശരിക്കും സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഒരുപാടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് ആദ്യം നമുക്കൊരു തോട് കിടക്കാനുണ്ട്. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ നല്ലൊരു പ്ലേസിലോട്ട് കയറി വരുന്നത്.
ഇതുപോലെ കൈകോർത്ത് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് ഞങ്ങൾ +2 ഭൂതത്താൻകെട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇതേപോലെ ഒരു നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടത്തിൻ്റെ പ്ലേസ് ഉണ്ടായിരുന്നു. അത് ഇതേപോലെ 3-4 കടവോ അല്ലെങ്കിൽ തോടൊക്കെ കടന്നിട്ടാണ് പോവാറ്. അപ്പോൾ ഇതേപോലെ മുട്ടിൻ്റെ അവിടം വരെ നല്ലോണം വെള്ളം ഉണ്ടാവും. അടിയിൽ നിറയെ പാറകളും പിന്നെ വഴുക്കലും നല്ലോണമാണ്. അപ്പോൾ വളരെയധികം സൂക്ഷിച്ച് കെയർഫുള്ളായിട്ടാണ് എല്ലാവരും പരസ്പരം കൈകോർത്ത് പോയിരുന്നത്. ഈ ഒരു തോട് കണ്ടപ്പോൾ ഇതേപോലെ കൈകോർത്ത് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു ട്രിപ്പ് പോയ കാലഘട്ടമാണ് ശരിക്കും ഓർമ്മ വന്നത്. ഇങ്ങനെ ഓർക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്നത്തെ ആ ഒരു യൂത്ത് പിള്ളേരുടെ എൻജോയ്മെൻറ്റും മറ്റു കാര്യങ്ങളും പോലെയൊന്നുമല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ പോക്കെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ദിവസവും പേപ്പർ വായിക്കുമ്പോൾ ശരിക്കും പേടിയാവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലഹരി ഉണ്ടല്ലോ, നമ്മൾ ഒത്തൊരുമിച്ച് ഓരോരോ യാത്രകൾ പോകുന്ന ലഹരി, നമ്മൾ ഫാമിലി ട്രിപ്പ് പോകുന്ന ലഹരി, അതുപോലെ തന്നെ ഇതിനൊക്കെ വേണമെങ്കിൽ ഒരു ലഹരിയായിട്ട് വേണമെങ്കിൽ കൂട്ടാം. അങ്ങനെ ഫാമിലി മൊത്തമായിട്ട് കസിൻസ് എല്ലാവരും കൂടി എൻജോയ് ചെയ്തുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ ലഹരിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആ ഒരു ലോങ് ടൈം കിട്ടുന്ന ലഹരിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അത്രത്തോളം ഒന്നും വരില്ല ഇപ്പോഴത്തെ ഈ പിള്ളേർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ മദ്യം, പുകവലി ഒന്നിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല. വെറുതെ ലൈഫ് വേസ്റ്റ് ആവത്തേ ഉള്ളൂ. പിന്നെ ഒരുപാട് അടിമപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഞാൻ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സാമൂഹികപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ കൂട്ടി പറയുന്നുണ്ട്. ഒന്നും വിചാരിക്കരുത്, നമ്മുടെ സമൂഹം അത്രയും മോശം അവസ്ഥയിലൂടെ പോകുന്ന പോലെയൊക്കെ ചില നേരത്ത് തോന്നിപ്പോവാണ്. അങ്ങനെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷത്തിലോട്ട് വരാം. ആദ്യം ചേട്ടൻ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോയി ആഴം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി. ഇരിക്കാൻ പാകത്തിനുള്ള ആഴേ ഉള്ളൂ. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റ പോക്കായിരുന്നു. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും അടുത്ത് വന്ന് നിൽക്കാൻ പറ്റുന്നു, ആ ഒരു വെള്ളത്തിൽ നന്നായിട്ട് കളിക്കാൻ പറ്റുന്നൊന്നും വിചാരിച്ചില്ല. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് കളിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നമുക്കിതേപോലെ പോകാൻ കിട്ടുന്ന അവസരങ്ങളുണ്ടല്ലോ, നമുക്ക് നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആ ടൈമിൽ ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പറ്റുന്ന പോലെ പോയി എൻജോയ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രെസ്സിലൂടെ ആവും നമ്മൾ പോകുന്നുണ്ടാവുക. നമ്മുടെ ജോലി ഫീൽഡായാലും മറ്റേത് ഫീൽഡായാലും അതിൽ നിന്നൊക്കെ മൈൻഡ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി, നല്ലൊരു മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ട്രിപ്പൊക്കെ നല്ലതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ കൂടെ കൂടുന്നവരാവണം നമ്മുടെ കൂടെയുള്ളവരും, അല്ലാതെ സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നതിലൊന്നും ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എല്ലാവർക്കും ആ ഒരു അഭിപ്രായം ആവണമെന്നില്ല കേട്ടോ. പലരും പല രീതിയിലും പല ക്യാരക്ടറിലുള്ളവരായിരിക്കണം. ഇതുപോലെ ഒരേ വൈബിലുള്ളവരെ കിട്ടാന്ന് പറയുന്നതും വളരെ റെയറായിട്ട് തന്നെയാണ് ഞാനും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ദാ നമ്മളുടെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭംഗി നോക്കി നിങ്ങൾ, അടിപൊളിയല്ലേ, സൂപ്പറാണ്. പിന്നെ എൻ്റെ ഫോണൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നുള്ള പിക്കാണിത്. ഭയങ്കര ക്ലിയർ ഒന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ഭംഗിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വോയിസ് റെക്കോർഡ് ചെയ്തിടാനുള്ള ആ ഒരു ഭ്രാന്ത് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടെയുള്ള മുഴുവൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരുവിധം വീഡിയോസ് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറെ ഒരാളും കൂടി ഉണ്ട്. അയാൾ അവിടെ കരയിൽ ഇങ്ങനെ ഇരിപ്പാണ്. ആൾക്ക് വരാൻ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ല. പിന്നെ ഞാൻ എൻജോയ് ചെയ്തത് ഇതേപോലെ കാലുകൊണ്ട് ഇങ്ങനെ വെള്ളം തട്ടി അങ്ങനെയും ഞാൻ കുറേയൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. എൻ്റെ ചളിയായിട്ടുള്ള കുറേ വർത്തമാനങ്ങളും ഇതിലൂടെ കേൾക്കാം. താല്പര്യമുള്ളവർ കണ്ടാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ കുറച്ച് സന്തോഷങ്ങളും എൻ്റെ കസിൻസും എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. അവസാനം നമ്മുടെ മിക്കുവിലൂടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അവൻ ഈ ഒരു കക്ക പെറുക്കി എല്ലാം കൂട്ടി വെക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അതിശയം തോന്നി. കാരണം എൻ്റെ മോൻ ഇങ്ങനെയൊന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ കടലിലോട്ടൊക്കെ പോകുമ്പോഴും ഇവിടെ നിറയെ കുഞ്ഞു കക്കകളുടെ ആ ഒരു ഷെല്ലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർക്ക് അറിയില്ലെന്ന് അറിയില്ല. അവൻ ചെയ്യണ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഞങ്ങളുടെ ഫാമിലി വ്ളോഗ്. അപ്പോൾ അടുത്തൊരു കിടിലൻ ഫാമിലി വ്ളോഗ് ട്രിപ്പുമായിട്ട് വീണ്ടും വരാം. ബായ്.